ഇപ്പം ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു, നോ അഷ്വറൻസ് ഓഫ് സാൽവേഷൻ, മോക്ഷത്തിൻ്റെ ഉറപ്പ് നൽകാനായിട്ട് അദ്വൈതത്തിന് സാധിക്കില്ല. ഇപ്പം നിങ്ങൾ ഏത് ജാതിയിൽ ജനിച്ചാലും, നിങ്ങൾ എങ്ങനെയുള്ള മനുഷ്യനായാലും, നിങ്ങൾക്ക് ഈ ബ്രഹ്മനുമായിട്ട് ലയിച്ച് ചേരാനായിട്ട് ആഗ്രഹിക്കാം. നിങ്ങൾക്ക് അതിലേക്കുള്ള പാതകളൊക്കെ പലതുമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നല്ല വിസ്താരത്തിൽ ഗുരുക്കന്മാർ പ്രസ്താവിച്ചിട്ടുണ്ട്. ഗീതയിൽ തന്നെ 4 പാതകളുണ്ട്. പക്ഷേ ഇതിൻ്റെ ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് ഈ ജന്മത്തിൽ തന്നെ ഉറപ്പായിട്ടും എത്താനായിട്ട് സാധിക്കുമെന്ന് ഒരു ഗുരുവിനും പറയാൻ സാധിക്കില്ല. ഒരു പുസ്തകത്തിനും അതിനുള്ള ഉറപ്പ് നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കില്ല. അതാണ് ഒന്നാമത്തെ പോരായ്മ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോരായ്മ എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ പ്രപഞ്ചത്തിൽ മരണമുണ്ട്, പാപമുണ്ട്, ദ്രവത്വമുണ്ട്. പ്രപഞ്ചത്തിൽ മരണമുണ്ട്, പാപമുണ്ട്, ദ്രവത്വമുണ്ട്. ദൈവത്തിന്, സൃഷ്ടാവിന് എന്തില്ല? മരണമില്ല, പാപമില്ല, ദ്രവത്വമില്ല. സൃഷ്ടാവും പ്രപഞ്ചവും ഒന്നാണ് എന്ന് നമ്മൾ പറയുമ്പോൾ, സൃഷ്ടി എന്ന് പറയുന്നത് ആ സൃഷ്ടാവിൻ്റെ വെറും ഒരു കാണിക്കൽ അല്ലെങ്കിൽ ഒരു ഡ്രാമ മാത്രമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ, സൃഷ്ടിയും സൃഷ്ടാവും ഒന്നാണ്. പക്ഷെ ആ പ്രതിഫലനം എന്ന് പറയുന്നത് ഈ സൃഷ്ടാവിൻ്റെ തന്നെ ഒരു പ്രവൃത്തിയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ, അതിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, സൃഷ്ടാവ് എന്താണ്? പരിശുദ്ധനാണ്. സൃഷ്ടാവ് മരണമില്ലാത്തവനാണ്. സൃഷ്ടാവ് ദ്രവത്വമില്ലാത്തവനാണ്. മരണവും ദ്രവത്വവും പാപവും ഇല്ലാത്ത പരിശുദ്ധനായ പെർഫെക്റ്റായ സൃഷ്ടാവിൻ്റെ എമനേഷൻ എങ്ങനെ മരണവും ദ്രവത്വവും പാപവും ഉള്ളതായിത്തീരും? ഇത് രണ്ടും ഒന്നാണെങ്കിൽ, ഇനി ഈ അദ്വൈതത്തിലുള്ള ആളുകളുടെ തന്നെ ഒരു വിശ്വാസമാണ് ശുദ്ധി അശുദ്ധി. താഴ്ന്ന ജാതിക്കാരനായ ഒരു വ്യക്തി ഉയർന്ന ജാതിക്കാരനായ ഒരു വ്യക്തിയുടെ വഴിയിൽ വന്നാൽ ആ ഉയർന്ന ജാതിക്കാരൻ്റെ അന്നത്തെ ദിവസം അശുദ്ധമായി. ഒരു എന്താ പറയുന്നത്, ശുദ്ധിയില്ലാത്ത വ്യക്തി, പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ശുദ്ധിയില്ലാത്ത വ്യക്തിയാകാൻ പറ്റും. ഒരു ദേവനെ പോയി സ്പർശിച്ചാലോ അല്ലെങ്കിൽ ഒരു ദൈവൻ്റെ ആലയത്തിൽ ചെന്നാലോ ആ ദേവനെയും അവനെ അശുദ്ധനാക്കാനായിട്ട് സാധിക്കും. ആ ദേവതയും അവനെ അശുദ്ധനാക്കാനായിട്ട് സാധിക്കും. ആ ആലയത്തെ തന്നെ അശുദ്ധനാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു വലിയ ശുദ്ധീകരണ പ്രക്രിയ തന്നെ വേണ്ടി വരും. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത്രയും അശുദ്ധിയുള്ള ഈ പ്രപഞ്ചം, ഈ സൃഷ്ടി, ഈ മനുഷ്യർ, അത് ആ സൃഷ്ടാവുമായിട്ട് ലയിച്ച് ചേർന്ന് നിൽക്കുമ്പോൾ അതിനൊട്ടും അശുദ്ധി വരില്ല. എങ്ങനെ നമുക്കത് വിശ്വസിക്കാൻ പറ്റും? അപ്പം നമ്മൾ പറയാണ്, ഇത് വെറും ഒരു തോന്നലാണ്, മായയാണ്. മരണമില്ല, ദ്രവത്വമില്ല, പാപമില്ല. പാപം വെറും ഒരു തോന്നലാണ്. ശരിയില്ല, തെറ്റില്ല. അദ്വൈതം എന്ന് പറയുമ്പോൾ ശരിയും തെറ്റെന്ന് പറയുമ്പോൾ രണ്ടായിപ്പോയി. സൃഷ്ടിയും സൃഷ്ടാവും ഒന്നാണ്, ഒന്നിച്ചിങ്ങനെ ചേർന്ന് കിടക്കുകയാണ്. ഈ സൃഷ്ടി എന്ന് പറയുന്നത് സൃഷ്ടാവിൻ്റെ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ്. നമ്മൾ വെള്ളത്തിൽ നമ്മുടെ മുഖം കാണുന്ന മാതിരി, വെള്ളത്തിൽ നമ്മൾ മുഖം കാണുമ്പോൾ നമ്മുടെ മുഖമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സൃഷ്ടാവിൻ്റെ മുഖമല്ല അതിൽ കാണേണ്ടത്. പക്ഷെ അതിൽ കാണുന്നത് എന്താണ്? പാപം, മരണം, ദ്രവത്വം. ഇതൊന്നും സൃഷ്ടാവിനില്ല എന്തായാലും. അപ്പോൾ ഈ പാപം, മരണം, ദ്രവത്വം ഇല്ലാത്ത ആ സൃഷ്ടാവിൻ്റെ പ്രതിഫലനമാണ് ഇത്. അതുമായിട്ട് നല്ലോണം ലയിച്ച് ചേർന്നാണ് ഇത് ഇരിക്കുന്നതെങ്കിൽ പാപം, മരണം, ദ്രവത്വം ഇതൊന്നും സൃഷ്ടിയിലുണ്ടാവാൻ പാടില്ല. ഇതെല്ലാം ഉണ്ടെങ്കിൽ അദ്വൈതക്കാരൻ പറയുന്നത് എന്താണ്? ഇതൊക്കെ ഒരു തോന്നലാണോ? ഇതൊരു മായയാണോ? വാസ്തവത്തിൽ അതിനൊരു യാഥാർത്ഥ്യമില്ല. അപ്പോൾ സൃഷ്ടാവിൻ്റെ മുഖം കറക്റ്റായിട്ട് വെള്ളത്തിൽ പ്രതിഫലിക്കാതെ വരുമ്പോൾ, വെള്ളം സൃഷ്ടാവ് തന്നെ സൃഷ്ടിച്ചാണ് കേട്ടോ, അതും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളമാണ്. ആ പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളത്തിൽ സൃഷ്ടാവിൻ്റെ മുഖം ശരിയായ രീതിയിൽ പ്രതിഫലിക്കാതെ വരുമ്പോൾ ആരുടെ കുറ്റമാണത്? സൃഷ്ടാവിൻ്റെ കുറ്റമാണോ സൃഷ്ടിയുടെ കുറ്റമാണോ? അപ്പോൾ സൃഷ്ടാവ് പറയാണ്, കൈ കഴുകിയിട്ട് നന്മയില്ല തിന്മയില്ല.
ശരിയില്ല, തെറ്റില്ല. ഇപ്പം ഞാൻ പറയാണ്, ഞാൻ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കി. ആ കമ്പ്യൂട്ടറിനകത്തോട്ട് ഞാൻ കുറേ കാര്യങ്ങൾ ഫീഡ് ചെയ്തു. ആ ഫീഡ് ചെയ്ത കാര്യങ്ങളനുസരിച്ച് കമ്പ്യൂട്ടർ അതിൽ ആൻസർ തരുള്ളൂ. അപ്പോൾ ആൻസർ തെറ്റുമ്പോൾ ഞാൻ പറയണത് കമ്പ്യൂട്ടറിന് തെറ്റുണ്ട്, ശരിയുണ്ട്. എനിക്ക് ശരിയില്ല, തെറ്റില്ല. കമ്പ്യൂട്ടറിന് ശരിയുണ്ട്, തെറ്റുണ്ട്, എനിക്ക് തെറ്റില്ല, ശരിയില്ല. ഈ ശരിയും തെറ്റെന്ന് പറയുന്നത് വെറും ഒരു തോന്നൽ മാത്രമാണ്. അങ്ങനെ ശരി എന്ന് പറയുന്നതും തെറ്റെന്ന് പറയുന്നതും നന്മ എന്ന് പറയുന്നതും തിന്മ എന്ന് പറയുന്നതും ഇല്ല. അപ്പോൾ പാപം, മരണം, ദ്രവത്വം, ഈ ചോദ്യങ്ങളുമായിട്ട് ആരെങ്കിലും ഒരു അദ്വൈതക്കാരൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ അവൻ പറയുന്നത് എന്താണ്? ന്യായീകരണം എന്താണ്? ഇതൊക്കെ വെറും മായയാണ്. പാപം ഒരു മായയാണ്, മരണം ഒരു മായയാണ്, ദ്രവത്വം ഒരു മായയാണ്. ഇതിനൊന്നും യാഥാർത്ഥ്യമില്ല. പാപം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? പാപം ഓപ്പോസിറ്റായിട്ടുള്ള കാര്യം പുണ്യം, അത് രണ്ടും ഉള്ളപ്പോഴാണ് പാപത്തിന് എക്സിസ്റ്റൻസ് ഉള്ളൂ, അല്ലേ? അപ്പോൾ പാപമില്ല, പുണ്യമില്ല. ഇത് പാപം പുണ്യം എന്ന് പറയുന്നതും ഒരു മായയാണ്. മരണത്തിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ മരണത്തിന് പ്രാധാന്യതയുള്ളൂ. മരണം ഇല്ല, ജീവനില്ല. നിങ്ങളിങ്ങനെ ജീവിക്കുന്നു എന്ന് നിങ്ങൾക്കൊരു തോന്നലാണ്. നിങ്ങൾ വാസ്തവത്തിൽ ജീവിക്കുന്നില്ല, നിങ്ങൾ സ്വപ്നിക്കുകയാണ്, നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ജീവിതം, ഇതിനൊരു യാഥാർത്ഥ്യമില്ല. ജീവനില്ല, അതുകൊണ്ട് മരണമില്ല. അപ്പോൾ മരണമെന്ന് പറയുന്നത് ഒരു തോന്നലാണ്, ജീവിതം എന്ന് പറയുന്നതും ജീവൻ എന്ന് പറയുന്നതും ഒരു തോന്നലാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഓരോ കാസ്റ്റ് പ്രകാരം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന ധർമ്മങ്ങൾ, ഇന്ന കർമ്മങ്ങൾ ചെയ്യേണ്ട ആവശ്യം എന്താണ്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. നീതി, ന്യായ, കോടതി, അതിൻ്റെ ആവശ്യമില്ലല്ലോ. മൊറാലിറ്റി, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ശരിയും തെറ്റും ഒരു ട്രാൻസാക്ഷൻ ഉണ്ടാകാൻ പാടില്ലല്ലോ. എനിക്ക് തോന്നുന്ന പൈസ തന്നിട്ട് എനിക്കിഷ്ടമുള്ള സാധനം ഞാൻ മേടിക്കും. നീതി, ന്യായം, ഇതൊന്നും ഇല്ലല്ലോ. നീതിയും അനീതിയും ഇല്ലല്ലോ. ഇത് വെറൊരു തോന്നലല്ലേ. അങ്ങനെ ഒരു സൊസൈറ്റിക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരു സൊസൈറ്റിക്കകത്ത് പലതരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ അവിടെ ശരി, തെറ്റ് എന്നതിനെക്കുറിച്ചൊരു ന്യായപ്രമാണം എല്ലാ സൊസൈറ്റീസിലും, മനുഷ്യരുണ്ടാക്കിയ, ഇന്ന് വരെ ഉണ്ടാക്കിയ എല്ലാ സൊസൈറ്റീസിലും ഒരു ലോ ബുക്ക്, റിട്ടൺ ഓർ അൺറിട്ടൺ, ഉണ്ടായിട്ടുണ്ട്. ശരിയെയും തെറ്റിനെയും വ്യാഖ്യാനിക്കാൻ നമ്മുടെ മനസാക്ഷി തന്നെ നമുക്ക് പറഞ്ഞു തരും, ഇത് ശരിയാണ്, ഇത് തെറ്റാണ്. വേറൊരു ആൾക്കാരുടെ നമ്മൾ സാധനങ്ങൾ മോഷ്ടിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. നമ്മൾ അവരെ കൊലപാതകം ചെയ്യുകയാണെങ്കിൽ തെറ്റാണ്. നമ്മൾ അവരുടെ ഭാര്യമാരുമായിട്ട് വ്യഭിചാരം ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണ്. നമ്മൾ അവർക്കെതിരെ കള്ളസാക്ഷ്യം പറയുകയാണെങ്കിൽ കോടതിയിൽ അത് തെറ്റാണ്. നമ്മൾ അവരുടെ സാധനങ്ങൾ മോഹിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. ഇത് നമ്മുടെ മനസാക്ഷി തന്നെ സൃഷ്ടാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഗതിയാണ്. നന്മ തിന്മകളെക്കുറിച്ച് തിരിച്ചറിയാനുള്ള കഴിവ്. അപ്പോൾ നന്മയില്ല, തിന്മയില്ലെങ്കിൽ പിന്നെ എന്തിനാണോ നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള കഴിവ്, ആ മോഡം നമ്മുടെ ഉള്ളിൽ ഫിറ്റ് ചെയ്യുന്നത് എന്തിനാണ്? നന്മ ഇത്, തിന്മ ഇത് എന്നതിനെക്കുറിച്ച് ഭഗവത്ഗീത എന്തിനാണ് പറയുന്നത്? ഭഗവത്ഗീതയിൽ തന്നെ എത്രയോ നന്മ തിന്മകളെക്കുറിച്ച് പറയുന്നുണ്ട്. ദർ ഇസ് എ പെർസ്പെക്റ്റീവ് ഓഫ് ഗുഡ്നെസ് ആൻഡ് ദർ ഇസ് എ പെർസ്പെക്റ്റീവ് ഓഫ് ഈവിൾ എന്ന് പറയുന്നുണ്ട്. അപ്പം ഗുഡ്നെസ് എന്ന് പറയുന്നത് ഇന്ന കാര്യങ്ങളാണ്, ഈവിൾ എന്ന് പറയുന്നത് ഇന്ന കാര്യങ്ങളാണ്. ഇന്ന ക്വാളിറ്റീസ് എല്ലാം നല്ലതാണ്, ഇന്ന ക്വാളിറ്റീസ് എല്ലാം മോശമാണ്. ഇന്ന സ്വഭാവങ്ങൾ നല്ലതാണ്, ഇന്ന സ്വഭാവങ്ങൾ മോശമാണ്. നന്മയില്ല, തിന്മയില്ല, ശരിയില്ല, തെറ്റില്ല, ജീവനില്ല, മരണമില്ല. പിന്നെ ഈ പറയുന്ന ശരിയും തെറ്റിൻ്റെ ലിസ്റ്റിൻ്റെ ആവശ്യം എന്താണ്? അപ്പോൾ വാസ്തവത്തിൽ പറഞ്ഞാൽ അതൊന്നുമില്ല. ഇത് നമ്മുടെ ഇവിടെ ഇങ്ങനെ ജീവിച്ച് പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ചില വ്യവസ്ഥകൾ, ഓരോ സങ്കല്പങ്ങൾ. അപ്പോൾ അടുത്ത വീഴ്ച എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ശരിയില്ല, തെറ്റില്ല, മരണമില്ല, ജീവനില്ല, നന്മയില്ല, തിന്മയില്ല, നീതിയില്ല, അനീതിയില്ല എന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ഈ ലോകത്തെ കാണുകയാണെങ്കിൽ മൊറാലിറ്റി എന്ന് പറയുന്ന കാര്യം മുഴുവനായിട്ടും ഇല്ലാതാവും. ഈ പ്രപഞ്ചം തന്നെ എമോറലായിരിക്കും, ദൈവവും എമോറലായിരിക്കും, നമ്മളും എമോറലായിരിക്കും. ഇപ്പം നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം, നമുക്കൊരു ന്യായീകരണം ഉണ്ടായാൽ മതി, എന്ത് വേണമെങ്കിൽ ചെയ്യാം, ശരിയും തെറ്റും ഒന്നുമില്ല. അങ്ങനെയായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ സൊസൈറ്റിക്ക്, ഹ്യൂമൻ സൊസൈറ്റിക്ക് കഴിയാൻ പറ്റില്ല. എല്ലാവരും തമ്മിൽ ഉപദ്രവിച്ച്
കൊന്ന് തീർക്കും. കാരണം എന്താണ്? മരണമില്ലല്ലോ, ജീവനുമില്ല. ശരിയില്ല, തെറ്റില്ല. എനിക്കിപ്പോൾ തോന്നുകയാണ് നിങ്ങൾ എന്നോട് ശരിയല്ല ചെയ്തത്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളെ ഉപദ്രവിക്കും. ശരിയും തെറ്റും ഇല്ല എന്ന് വിചാരിച്ച് ഞാൻ അവിടെ കുത്തിരിക്കുകയല്ല ചെയ്യുക. ആണോ? അങ്ങനെ കുത്തിരിക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അടിമയായിരിക്കും. ബ്രിട്ടീഷ് വന്ന് നമ്മൾ അടിമയാക്കി, മുഗൾ വന്ന് നമ്മൾ അടിമയാക്കി. എന്നാലും നമ്മൾ വിചാരിക്കുന്നത് ശരിയും തെറ്റും ഇല്ലല്ലോ, നീതിയില്ല, അനീതിയില്ല, അടിമത്വമില്ല, സ്വാതന്ത്ര്യമില്ല. പിന്നെ എന്തിനാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുക? നമ്മൾ അടിമയായിട്ട് അങ്ങ് കഴിയുക അല്ലേ? പക്ഷെ അങ്ങനെയാണോ നമ്മൾ വിശ്വസിക്കുന്നത്? അതാണോ നമ്മുടെ ശരി? നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ശരിയുണ്ട്, തെറ്റുണ്ട്, നീതിയുണ്ട്, അനീതിയുണ്ട്, നന്മയുണ്ട്, തിന്മയുണ്ട്, ജീവനുണ്ട്, മരണമുണ്ട്. അപ്പോൾ ജീവൻ, മരണം, നീതി, ന്യായം, ദ്രവത്വം, പാപം, പുണ്യം എന്നീ ചോദ്യങ്ങൾ വരുമ്പോൾ അദ്വൈതക്കിനി കൈ കഴുകി കൈ ഒഴിയാൻ എന്തായാലും പറ്റില്ല. അതിന് ശരിയായ ഒരു എന്താ പറയുന്ന ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയേ പറ്റൂ. പക്ഷെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും ഒന്നാണെങ്കിൽ ഇത് അസാധ്യമാണ്. അതാണ് അദ്വൈതത്തിൻ്റെ രണ്ടാമത്തെ വീഴ്ച എന്ന് പറയുന്നത്. മൂന്നാമത്തെ വീഴ്ച, അത് ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ചയാണ്. പ്രപഞ്ചത്തിന് ആരംഭമുണ്ട്, അവസാനമുണ്ട് എന്നുള്ളത് ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു അവസ്ഥയിൽ പ്രപഞ്ചത്തിന് ആരംഭമുണ്ടെങ്കിൽ ആ ആരംഭത്തിൻ്റെ സമയത്തും, പ്രപഞ്ചത്തിന് അവസാനം ഉണ്ടെങ്കിൽ ആ അവസാനത്തിൻ്റെ സമയത്തും ആരുണ്ടാവില്ല? പ്രപഞ്ചം ഉണ്ടാവില്ല. പ്രപഞ്ചമില്ലെങ്കിൽ ആ ഒരു സമയത്ത് ഈ ബ്രഹ്മൻ എന്ന് പറയുന്ന അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഫോഴ്സ് അതുണ്ടാവും? ഉണ്ടാവില്ല. ബ്രഹ്മനും പ്രപഞ്ചവും ഒന്നാണെങ്കിൽ പ്രപഞ്ചം ഇല്ലാതാകുമ്പോൾ ബ്രഹ്മനും ഇല്ലാതാകും. പ്രപഞ്ചം അവസാനത്തേതിൽ ഇല്ലാതാകുമ്പോൾ ബ്രഹ്മനും ഇല്ലാതാകും. അപ്പോൾ ബ്രഹ്മനും പ്രപഞ്ചവും ഒന്ന് തന്നെയാണ്. അതിൻ്റെ രണ്ട് സൈഡ് ഓഫ് ദ സെയിം കോയിൻ ആണെങ്കിൽ നമ്മൾ ആ കോയിൻ്റെ ഒരു സൈഡ് അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ മറ്റേ സൈഡ് അവിടെ തന്നെ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ആ കോയിന് ഉൾപ്പെടെ അങ്ങോട്ട് മാറിപ്പോവുക ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തിലും പ്രപഞ്ചത്തിൻ്റെ അവസാനത്തിലും ദൈവം ഇല്ലാതാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദൈവം ഇല്ല എന്നതാണ് അദ്വൈതത്തിൻ്റെ യഥാർത്ഥ വിശ്വാസം. എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തിൽ ഒന്നുമില്ലായ്മയാണ്, പ്രപഞ്ചത്തിൻ്റെ അവസാനത്തിൽ ഒന്നുമില്ലായ്മയാണ്. ഒന്നുമില്ലായ്മയാണ് ദൈവമെങ്കിൽ ആ ഒന്നുമില്ലായ്മയ്ക്ക് പിന്നെ നീതി, ന്യായം, ജീവൻ, മരണം, ദ്രവത്വം ഇതുമായിട്ടൊന്നും ബന്ധമില്ലല്ലോ. ഉണ്ടോ? ഒന്നുമില്ലായ്മയ്ക്ക് നെവർ മൈൻഡ് അല്ലേ, മോറൽ അല്ലേ ഒന്നുമില്ലായ്മ എപ്പോഴും. അതുകൊണ്ടാണ് ചില മതങ്ങൾ ഈ ഫിലോസഫീൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോൾ ബുദ്ധമതക്കാർ പോലെയുള്ള ചില മതങ്ങൾ വിശ്വസിക്കുന്നത് ഒന്നുമില്ലായ്മയാണ് ദൈവം, അല്ലെങ്കിൽ ഒന്നുമില്ലായ്മ എന്ന് പറയുന്ന അവസ്ഥയാണ് വാസ്തവത്തിൽ യാഥാർത്ഥ്യം. എന്നാൽ നമ്മൾ ഈ ലോകത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾ ശരിയായ രീതിയിൽ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഈ ലോകം ഇന്ന് ഈ അവസ്ഥയിലായിരിക്കുന്നത്, ഈ പ്രപഞ്ചം തന്നെ ഈ അവസ്ഥയിലായിരിക്കുന്നത് ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റർ ഇതിൻ്റെ പുറകിൽ ഉള്ളതുകൊണ്ടാണ്. ആ ക്രിയേറ്റർ ഈ ക്രിയേഷനിൽ നിന്നും, ആ സൃഷ്ടാവ് ഈ സൃഷ്ടിയിൽ നിന്നും വ്യത്യസ്തനാണ്, വിഭിന്നനാണ്. സൃഷ്ടാവും സൃഷ്ടിയും രണ്ടാണെങ്കിൽ ഈ പറയുന്ന ഒരു പ്രശ്നവും ഉണ്ടാവില്ല. സൃഷ്ടിയുടെ പാപത്താൽ സൃഷ്ടാവ് പാപിയായിത്തീരില്ല. മാത്രമല്ല പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തിലും പ്രപഞ്ചത്തിൻ്റെ അവസാനത്തിലും സൃഷ്ടാവുണ്ടാവും. സൃഷ്ടാവിന് സൃഷ്ടിക്കകത്ത് കയറി ചെന്ന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അതാണ് സൃഷ്ടാവും സൃഷ്ടിയും എന്ന് പറയുന്ന ആ ഒരു ഡ്യുവാലിറ്റിയിൽ വിശ്വസിക്കുന്ന എല്ലാ മതങ്ങളും, ഏബ്രഹാമിക് മതങ്ങളാണ് എല്ലാ മതങ്ങളും പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ സൃഷ്ടാവിന് സൃഷ്ടിയുടെ ആവശ്യത്തിനനുസരിച്ച് സൃഷ്ടിക്കകത്ത് കയറി ചെന്ന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുമെന്ന് മാത്രമല്ല, സൃഷ്ടി പാപം ചെയ്താൽ അതിനെ ശിക്ഷിക്കാനും അതിനെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കാനും അതിൻ്റെ ദൃഢത്വം ഇല്ലായ്മയാക്കാനും സൃഷ്ടാവിന്
സാധിക്കും.